നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. നേരെ നോക്കിക്കോളൂ, എന്നാലേ മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ മനസ്സിലാവാൻ നല്ല പണിയാണ്. നേരെ നോക്കിയിരുന്നോളൂ. ഇതാണ് ക്വസ്റ്റ്യൻ. ഒരു ട്രയാങ്കിളിന്റെ 3 വെർട്ടെക്സുകളുടെ കോർഡിനേറ്റ്സ് ആണ്. വെർട്ടെക്സ് പറഞ്ഞ കോർണറുകൾ എന്ന മീനിങ്. ഓരോ വെർട്ടിസസിന്റെയും കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. സൈഡ്സ് കാണുക എന്ന് പറഞ്ഞാലേ AB കാണുക, പിന്നെ എന്താ കാണുന്നത്? BC കാണുക, പിന്നെ ഏതാ കാണുന്നത്? AC കാണുക. എല്ലാ സൈഡ്സുകളും കാണുക. സോ ആദ്യം എയും ബിയും എഴുതിക്കോ, ഒപ്പം എഴുതിക്കോ, എന്നാലേ മനസ്സിലാവുള്ളൂ. എ എന്ന് പറഞ്ഞാൽ എന്താ? -1 2. ക്ലിയർ അല്ലേ? വാട്ട് ഈസ് ബി? 7 2. സോ ഇവിടെ ആദ്യം കാണുന്നത് AB ആണ് അല്ലെ? AB ആണ് കാണേണ്ടത്. ഞാൻ പറഞ്ഞു ഇവിടെ AB കാണാൻ നിങ്ങൾക്ക് നേരത്തെ ഞാൻ പറഞ്ഞു തന്ന ട്രിക്ക് യൂസ് ചെയ്യാം. കാരണം ഇവിടെയും 2 ഉണ്ട്, ഇവിടെയും 2 ഉണ്ട്. ഒന്നൊന്ന് മൈനസ് ചെയ്ത് മോഡ് ഇട്ട് കൊടുത്താൽ മതി. ഏതെന്ന് ഏതാ മൈനസ് ചെയ്യേണ്ടത്? 7 1 -1 ചെയ്യണോ, -1 7 ചെയ്യണോ? ഏതും ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. സോ ഞാൻ ചെയ്യുന്നത് നോക്കിക്കോളൂ. 7ൽ നിന്ന് മൈനസ് ചെയ്യുന്നു. ഏതാ മൈനസ് ചെയ്യേണ്ടത്? -1. ഇവിടെയാണ് നിങ്ങളെ തെറ്റി, ഞങ്ങൾ ആ മൈനസ് ഇടാൻ മറക്കും. 7ൽ നിന്ന് മൈനസ് ചെയ്യുന്നു. എന്താണ് മൈനസ് ചെയ്യേണ്ടത്? -1. സോ 2 മൈനസുകൾ അടുത്ത് വന്നത് എന്താവും? പ്ലസ്. സോ 7 -1 8. AB എന്നുള്ളത് മോഡ് 8 എന്ന് കിട്ടും. മോഡ് 8 എന്ന് പറഞ്ഞാൽ അത് 8 തന്നെ. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ബിയും സിയും നിങ്ങൾ സ്വന്തം എഴുത്. ബി എഴുതിക്കോളൂ. ബി എന്ന് എഴുതുക. വാട്ട് ഈസ് ബി? ബി എന്ന് പറഞ്ഞാൽ 7,2 എന്ന് പറയരുത്, കോർഡിനേറ്റ് 7 2. സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 3 5 എന്ന് എഴുതിക്കോളൂ. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 2. സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 3 5. നിന്റെ കുട്ടികളെ എഴുത് BC. ഇവിടെ ട്രിക്ക് പറ്റുമോ? ഇല്ല. ഇവിടെ മോഡ് പറ്റുമോ? എന്തുകൊണ്ട് പറ്റില്ല? ഇവിടെ സെയിം ഇല്ല. ആ സമയത്ത് ഒരു റൂട്ട് ഇട്ട് കൊടുക്കുക, വലിയൊരു റൂട്ട് ഇട്ടുകൊടുത്തോ, വലിയൊരു റൂട്ട് ഇട്ടുകൊടുത്തോ. എന്നിട്ട് എക്സുകൾ മൈനസ് ചെയ്യാം. എക്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ? 7ഉം 3ഉം മൈനസ് ചെയ്യാം. മൈനസ് ചെയ്തോ. 7 - 3 ഹോൾ സ്ക്വയർ. 7 - 3 ഹോൾ സ്ക്വയർ. ഇനി വൈകൾ മൈനസ് ചെയ്യാം. 2 - 5 ആണോ 5 - 2 ആണോ ചെയ്യാൻ നല്ലത്? 5 - 2 ചെയ്യലാണ് നല്ലത്. നിങ്ങൾക്ക് ഏതാണോ ഈസി അത് ചെയ്യാം. അല്ലാതെ 2 - 5 തന്നെ ചെയ്യണമെന്ന് നിർബന്ധമല്ല. 5 - 2 ചെയ്യാം. സോ ഒന്ന് വേഗം ചെയ്ത് നോക്കൂ. എത്രയാണ് 7 - 3 എന്ന് പറഞ്ഞ? 4ന്റെ സ്ക്വയർ അല്ലെ? 4 സ്ക്വയർ. Then 5 - 2 3 സ്ക്വയർ. സോ വാട്ട് ഈസ് 4 സ്ക്വയർ? 4 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16 അല്ലേ? 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 9. ആൻസർ കിട്ടുന്നുണ്ടോ? എത്ര ആൻസർ കിട്ടി? √25 എന്ന് കിട്ടി. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് √25? 5. ആൻസർ √25 5 വരെ കിട്ടിയിരുന്ന കൈ നോക്കിക്കാം. സിമ്പിൾ. AB കണ്ടു, BC കണ്ടു. നെക്സ്റ്റ് ഏത് കാണണം? AC. എയും സിയും എഴുതിയിട്ടാണ് AC കാണേണ്ടത്. എയും സിയും ഒന്ന് എഴുതി വെക്കൂ. എന്താണ് എ? എന്താണ്? -1 2. What is C? 3ഉം 5ഉം. നിങ്ങളൊന്ന് നോക്കി നോക്കൂ. ട്രിക്ക് പറ്റൂലേ? ട്രിക്ക് പറ്റുമോ? ഇല്ല, ട്രിക്ക് പറ്റൂല. ട്രിക്ക് എന്ന് പറഞ്ഞാൽ മോഡ് പറ്റൂല എന്നട്ടോ ഞാൻ പറഞ്ഞത്. AC എന്ന് എഴുതുക. AC എന്ന് എഴുതുക. ഒന്ന് ചെയ്ത് നോക്കൂ. 3ൽ നിന്ന് മൈനസ് ചെയ്യണം. ആരെയാണ് മൈനസ് ചെയ്യേണ്ടത്? 3ൽ നിന്ന് മൈനസ് ചെയ്യണം. ആരെയാണ് മൈനസ് ചെയ്യേണ്ടത്? -1നെയാണ് മൈനസ് ചെയ്യേണ്ടത്. സ്ക്വയർ ചെയ്ത് കൊടുക്കുക. അടുത്ത 5 - 2 അല്ലെ? അല്ലടാ, 5 - 2 സ്ക്വയർ. 3 - -1 എന്ന് പറഞ്ഞാൽ 2 മൈനസുകളും കൂടിയിട്ട് അത് പ്ലസ് ആവും. സോ ആൻസർ 4 സ്ക്വയർ എന്ന് വരും. മറ്റേത് 3 സ്ക്വയർ എന്ന് വരും. 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 എന്ന് വരും. 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9. സോ ആൻസർ എന്താ കിട്ടിയത്? ആൻസർ കിട്ടിയോ? ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? എത്രയാണ്? √25 എന്ന് കിട്ടും.
ആൻസർ 5 കിട്ടിയത് പോയി കൈ നോക്കിക്ക. ഈ 3 സൈഡുകളൊന്നും ഒന്നും കൂടി എടുത്ത് എഴുതിക്കാം. എ ബി എത്ര കിട്ടി? എ ബി എത്ര കിട്ടി? 8. ബി സി എത്ര കിട്ടി? 5. ബി സി 5. എ സി എത്ര കിട്ടിയത്? 5. നിങ്ങൾക്ക് എന്നെ നോക്കിയിട്ട് പറയാൻ പറ്റും ഇത് എന്ത് ട്രയാങ്കിളാ? ഇതെന്ത് ട്രയാങ്കിളാ? 2 സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ ആ ട്രയാങ്കിൾ ഏത് ടൈപ്പ് ട്രയാങ്കിൾ ആണെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇക്വലേറ്ററൽ ആണോ? എന്തുകൊണ്ട് ഇക്വലേറ്ററൽ അല്ല? 3 സൈഡും ഈക്വൽ അല്ല. ഐസോസിലസ് ആണോ? ആണ്. 2 സൈഡ് ഈക്വൽ ആണ്. അതുകൊണ്ട് ആ ട്രയാങ്കിളിനെ പറയുന്ന പേരാണ് എന്ത്? ഐസോസിലസ്. വേഗം പഠിച്ചോ, വേഗം പഠിച്ചോ.